ബംഗാളിലെ ഏറ്റവും പ്രശസ്തരായ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് സോഷ്യൽ സ്റ്റഡീസും ഹിസ്റ്ററിയും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാം. ഇദ്ദേഹം വളരെ പ്രശസ്തനായ അധ്യാപകനായിരുന്നു, സോഷ്യൽ റിഫോമറായിരുന്നു. വളരെ ലളിതമായ വേഷങ്ങൾ കൊണ്ടാണ് എപ്പോഴും അദ്ദേഹം നടന്നിരുന്നത്. അദ്ദേഹത്തിന് സിമ്പിൾ ഡ്രസ്സാണ് എപ്പോഴും ഇഷ്ടം. ഒരിക്കൽ ഒരു വലിയ സമ്പന്ന വ്യക്തിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം ഒരു സൽക്കാരത്തിന് പോയി. വേഷവും അദ്ദേഹത്തിൻ്റെ നടന്നുള്ള വരവും ഒക്കെ കണ്ടപ്പോൾ വല്ല ഭിക്ഷക്കാരുമായിരിക്കും എന്ന് കരുതി കാവൽക്കാർ അദ്ദേഹത്തെ, ഈ വിദ്യാസാഗറിനെ അകത്തോട്ട് കയറ്റിവിടില്ല. ഈശ്വർചന്ദ്ര വിദ്യാസാഗർ കുറച്ചു നേരം അവിടെ നിന്നു. അപ്പോൾ വേഷമൊക്കെ നോക്കിയപ്പോൾ ഭിക്ഷക്കാരൻ്റെ ലുക്ക്, അകത്തോട്ട് സെക്യൂരിറ്റി ഒരു രീതിയിലും വിട്ടില്ല. സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ആരോടൊന്നും പറഞ്ഞില്ല, ഒരു പരിഭവം പറയാതെ ഈ ഈശ്വർചന്ദ്ര വിദ്യാസാഗർ മടങ്ങിപ്പോയി. വിദ്യാസാഗറിനെ കുറച്ചു നേരമായിട്ടും കാണാൻ ഈ പ്രഭു, ഈ കൊടീശ്വരൻ വല്ലാതെ ആകുലചിത്തനായി, സങ്കടമായി. ഇയാളെ കാണുന്നില്ലല്ലോ. കാര്യമറിഞ്ഞ് അദ്ദേഹം വിദ്യാസാഗറിനായിട്ട് കുറച്ച് പുതിയ വസ്ത്രങ്ങൾ കൊടുത്തയച്ചു. നല്ല വില കൂടിയ വേഷങ്ങൾ ധരിച്ച് അങ്ങനെ വിദ്യാസാഗർ വിരുന്നിനെത്തി. സദ്യ വിളമ്പിയപ്പോൾ അദ്ദേഹം കഴിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, താനല്ല, തൻ്റെ വസ്ത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. തനിക്കല്ല, തൻ്റെ വസ്ത്രത്തിനാണ് സൽക്കാരത്തിലേക്ക് പ്രവേശനം ലഭിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യംഗ്യം. അറിവിൻ്റെ നിറവുള്ളവർ ബാഹ്യമായ കാര്യങ്ങളിൽ പലപ്പോഴും ശ്രദ്ധാലുക്കളാകാറില്ല. പുറമോടി നോക്കി നമ്മൾ ആരെയും അളക്കാൻ പാടില്ല.